ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പേപ്പർ 5 ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സിൻ്റെ ചാപ്റ്റർ 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാമാണ് ചാപ്റ്റർ 2. 3 മീഡിയം സെലക്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: CAT is in process of formulating audit plan for conducting audit of a company engaged in a business of dealing in commodity futures. Which of the following is not likely to be an appropriate audit plan to be included in the audit plan for the above said company? Commodity futures എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ്. അതിൽ എന്താണ് അങ്ങനെ ഒരു ഓഡിറ്റിന് പോകുമ്പോൾ ഓഡിറ്റ് പ്ലാനിൽ വരാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. വെരിഫിക്കേഷൻ ഓഫ് ടേൺ ഓവർ ഓഫ് ദ കമ്പനി. വെരിഫിക്കേഷൻ ഓഫ് ടേൺ ഓവർ ഓഫ് ദ കമ്പനി എന്തായാലും വരും. തൊട്ട് മുമ്പത്തെ വർഷം എത്രയായിരുന്നു ടേൺ ഓവർ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യും. വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂം. ഇതൊരു സർവീസ് സെക്ടറല്ലേ, ഒരിക്കലും ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ അല്ലായിരിക്കും ഉത്തരം. അത് നമ്മൾ മാർക്ക് ചെയ്യുക. എക്സാമിനേഷൻ ഓഫ് കമ്പനീസ് അക്കൗണ്ടിംഗ് പോളിസി ഫോർ റവന്യൂ റെക്കഗ്നീഷൻ. അതെന്തായാലും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. വെരിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് നോട്ട്സ് വിത്ത് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിനോടുള്ള കോൺട്രാക്ട്സ് നോട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഷെയർ മാർക്കറ്റിലുള്ളൊരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ബിസിനസ്സിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ്മെൻറ്റ് 1. The establishment of overall audit strategy and the detailed audit plan are not necessarily discrete or sequential processes but are closely interrelated. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് സ്ട്രാറ്റജിയും ഓഡിറ്റ് പ്ലാനും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ബേസിക്കലി ഓഡിറ്റ് സ്ട്രാറ്റജി കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് പ്ലാൻ തുടങ്ങുക. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്പ് ഫോളോ ചെയ്തോളണം നിർബന്ധമില്ല. അത് കുറച്ച് സമയങ്ങളിൽ ഇൻ്റർ റിലേറ്റഡോ ആകും. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: ദ ഓഡിറ്റർ ഷാൽ എസ്റ്റാബ്ലിഷ് ആൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ദാറ്റ് ഗൈഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്ലാൻ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്താ, ഓഡിറ്റ് സ്ട്രാറ്റജി ചെയ്യണം, അതാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് പ്ലാനിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി. പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഫോർ ദ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് പ്ലാൻ. സെക്കൻഡ് ഓപ്ഷൻ: എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ ഓഡിറ്റ് പ്ലാൻ ഫോർ ദ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് സ്ട്രാറ്റജി. ഓഡിറ്റ് സ്ട്രാറ്റജിക്ക് ശേഷമാണ് ഓഡിറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ എ ആണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. തേർഡ് ഓപ്ഷൻ: എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓവറോൾ ഓഡിറ്റ് പ്ലാൻ ഫോർ എൻഗേജ്മെൻറ്റ്. അത് മാത്രമല്ല, ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് സ്ട്രാറ്റജി. അത് മാത്രം പോരാ, ഓഡിറ്റ് സ്ട്രാറ്റജി വേണം, ഓഡിറ്റ് പ്ലാനും വേണം. ഫോർത്ത് ക്വസ്റ്റ്യൻ: once the overall audit strategy has been established, dash can be developed to address various matters identified in the overall audit strategy, taking into account the need to achieve the audit objectives through the efficient use of auditors' resources. എന്താണത്? ഓഡിറ്റ് പ്ലാൻ. ഓഡിറ്റ് സ്ട്രാറ്റജിക്ക് ശേഷമാണ് ഓഡിറ്റ് പ്ലാൻ എന്നുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ചെയ്തിട്ടുള്ള 2-3 ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് വൺ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അഡ്രസ്ഡ് ബൈ ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി? സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ടൈമിംഗ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ഡയറക്ഷൻ. 3 കാര്യങ്ങളാണ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. എന്താണ്? സ്കോപ്പ്, ഡയറക്ഷൻ ആൻഡ് ടൈമിംഗ്. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻ എന്താ? മോണിറ്ററിംഗ് ആണ്. അപ്പോൾ അതാണ് അല്ലാത്ത ഓപ്ഷൻ. പക്ഷേ ദ ഫോളോയിങ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് ഓഡിറ്റ് പ്ലാനിങ്. ഒരെണ്ണം മാത്രമാണ് ഫോൾസ് ആയിട്ടുള്ളത്, 3 ട്രൂ ആണ്. പ്ലാനിങ് ഈസ് നോട്ട് എ ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഓഫ് ഓഡിറ്റ്. എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഓഡിറ്റ് പ്ലാനിങ്. എലമെൻറ്റ്സ് ഓഫ് planning may be discussed by auditor with company's management. Planning includes need to consider determination of materiality. ഇതിൽ ഓപ്ഷൻ എയും സിയും ഡിയും കറക്റ്റാണ്. എന്താണ് തെറ്റ്? എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഓഡിറ്റ് പ്ലാനിങ് എന്നുള്ള ഓപ്ഷനാണ് തെറ്റ്. എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് എന്തായാലും വേണ്ടേ, അവരല്ലേ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സെവൻത്ത് വൺ: എ ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേം ഗോട്ട് ആൻ അസൈൻമെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫോർ 3 years of VLLP. The first year of audit was on financial year 2021-22. During the first and second year of audit, A and company devised an audit plan for VLLP and did not prepare an audit plan for financial year 22-23. Kindly state which of the following statement is true in the above context. 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എ എൻ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ എ എൻ കമ്പനി നീഡ് നോട്ട് പ്രിപ്പയർ ഓഡിറ്റ് പ്ലാൻ ഫോർ 23-24 ബിക്കോസ് ദ ഓഡിറ്റ് പ്ലാൻ ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്. ഫസ്റ്റ് ഇയർ ചെയ്യുന്നുള്ളത് ശരിയാണ്, പക്ഷേ ഫസ്റ്റ് ഇയർ മാത്രം ചെയ്താൽ മതിയോ? പോരാ. എൻ കമ്പനി നീഡ് നോട്ട് പ്രിപ്പയർ ഓഡിറ്റ് പ്ലാൻ. റെക്കറിങ് ഓഡിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. എല്ലാ ഓഡിറ്റിനും നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. എല്ലാ ഓഡിറ്റും ഒരേ വർഷത്തിലല്ലോ ചെയ്യുന്നത്. എൻ കമ്പനി ഷുഡ് പ്രിപ്പയർ ദ ഓഡിറ്റ് പ്ലാൻ ഫോർ 23-24 ബിക്കോസ് പ്ലാനിങ് ഈസ് നോട്ട് എ ഡിസ്ക്രീറ്റ് ഫേസ് ഓഫ് ഓഡിറ്റ് ബട്ട് റാദർ എ കണ്ടിന്യൂവൽ ആൻഡ് ഇറ്ററേറ്റീവ് പ്രോസസ്സ്. അതാണ് കറക്റ്റ്. ഓഡിറ്റ് പ്ലാൻ എന്തല്ല, ഒറ്റ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തൊട്ട് മുമ്പത്തെ ഓഡിറ്റിന് ശേഷം തുടങ്ങിയിട്ട് കറണ്ട് ഇയർ ഓഡിറ്റ് നടക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ 8: ഓഡിറ്റ് പ്രോഗ്രാം ഈസ് പ്രിപ്പയർഡ് ഫോർ യൂസ് ഓഫ് ഓൺലി എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ. എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ മാത്രമാണ് ചെയ്യുക? അല്ല. ഓൺലി CA ഓഫ് എംപ്ലോയി? അല്ല. ഓൺലി ആർട്ടിക്കിൾ ക്ലർക്ക്? അല്ല. ഓൾ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്? എൻഗേജ്മെൻറ്റ് ടീമിലുള്ള എല്ലാവരും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്.
CAX is in the process of establishing audit strategy for a company engaged in the business of trading of FMCG. Which of the following is not a factor to be considered by CAX while establishing audit strategy for the company? അതായത് ഒരു FMCG കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതാണ് ചോദ്യം. എക്സ്പെക്റ്റഡ് AGM ടൈം ലൈൻ ഓഫ് ദ കമ്പനി. AGM ടൈം ലൈൻ എന്തായാലും നോക്കണം. കാരണം എന്താ, ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ടൈം പറഞ്ഞാലാണ് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് തീർക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും വരും. വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ്, എത്രത്തോളം വോളിയം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഓഡിറ്റ് സാമ്പിൾ ചെയ്യണോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് അണ്ടർ ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ഷെഡ്യൂൾ 3 ഡിവിഷൻ 1, ഡിവിഷൻ 2, ഡിവിഷൻ 3 ഏത് ഡിവിഷനിലാണ് നമ്മുടെ കമ്പനി വരുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ഓഡിറ്റ് പ്ലാൻ തീരുമാനിക്കാൻ. അപ്പോൾ ഈ 3 മൈൽ വരുന്നതാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഒബ്വിയസ്ലി. നമുക്ക് വായിച്ച് നോക്കാം. ഡിസൈഡിങ് അബൌട്ട് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി യൂസ്ഡ് ഇൻ ദ കണ്ടക്ടിങ് ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ വരുന്ന കാര്യമല്ല. നെക്സ്റ്റ്, CA Manoj Kapadia is the auditor of a hospital owned by an eye surgeon. His annual professional receipts are about 3 crores. 3 കോടി ഉണ്ട്. All eye surgeries are being performed by him and 2 hours are devoted in evening OPD. Employee strength in hospital is 10. Mr. Kapadia is also auditor of a multi-specialty hospital located in the same city having annual receipts of 75 crores. രണ്ടാമത്തെ ഹോസ്പിറ്റൽ എന്താണ്, കുറച്ചും കൂടി വലുതാണ്. ഇറ്റ് ഹാസ് എംപ്ലോയി സ്ട്രെങ്ത് ഓഫ് 200. കുറച്ചും കൂടി അധികം എംപ്ലോയീസ് ഉള്ളതാണ്. മറ്റടുത്ത് 10 പേരുള്ള ഇവിടെ 200 ആൾക്കാരുണ്ട്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിഗാർഡിംഗ് ഇൻറ്റേർണൽ കൺട്രോൾസ്. എവിടെയായിരിക്കും ഇൻറ്റേർണൽ കൺട്രോൾ കൂടുതൽ? വലിയ കമ്പനിയിലായിരിക്കും, അല്ല വലിയ ഹോസ്പിറ്റലിലായിരിക്കും. 75 കോടി ടേൺ ഓവറുള്ള 200 എംപ്ലോയി സ്ട്രെങ്ത് ഉള്ള ഓഫീസിലായിരിക്കും കൂടുതൽ. എവിടെയായിരിക്കും കുറവ്? മിസ്റ്റർ മനോജ് കപാഡിയ മറ്റേ ഐ സർജൻ ചെയ്യുന്നിടത്താണ് കുറവ്. ഇൻറ്റേർണൽ ഓഡിറ്റ് കൺട്രോൾ ആർ ലൈക്ലി ടു ബി മോർ സ്ട്രക്ചേർഡ് ഇൻ ഐ സർജൻസ് ഹോസ്പിറ്റൽ. അല്ല, ഐ സർജൻ കനോട്ട് ഈസിലി ഓവർ റൈഡ് കൺട്രോൾ. അയാൾക്ക് ഒറ്റയ്ക്കാണ്, അയാളാണ് അതിൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പോൾ ആൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓവർ റൈഡ് ചെയ്യാൻ പറ്റാണ് ചെയ്യുക. ഇനി ഇൻറ്റേർണൽ കൺട്രോൾസ് ആർ ലൈക്ലി ടു ബി ലെസ് സ്ട്രക്ചേർഡ് ഇൻ ഐ സർജൻസ് ഹോസ്പിറ്റൽ വേറെ ദീസ് ആർ ലൈക്ലി ടു ബി മോർ സ്ട്രക്ചേർഡ് ഇൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതാണ് കറക്റ്റ് ആൻസർ. Question 11. And dash consists of series of verification procedures to be applied to the financial statements and accounts of a given entity for the purpose of obtaining sufficient evidence to enable the auditor to express an informed opinion on financial statement. എന്താണത്? ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡെഫിനിഷനാണ് തന്നെ. ഓഡിറ്റ് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ടു ബി അപ്ലൈഡ് in the financial statements and accounts of a given entity for the purpose of obtaining sufficient evidence to enable the auditor to express an informed opinion on financial statements. അടുത്തെന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പ്ലാനിങ് ബൈ എൻ ഓഡിറ്റർ? പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നതല്ലേ. എസ്റ്റാബ്ലിഷിംഗ് ഓവറോളിംഗ് ഓഡിറ്റ് സ്ട്രാറ്റജി, ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് പ്ലാൻ, ഇഷ്യൂയിങ് എ റിട്ടേൺ ഓഡിറ്റ് റിപ്പോർട്ട്. ഇഷ്യൂയിങ് എ റിട്ടേൺ ഓഡിറ്റ് റിപ്പോർട്ട് ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആരും എന്ത് ചെയ്യുന്നതാണ്? പ്ലാനിങ്ങിൻ്റെ പർപ്പസിലുള്ള പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി, എസ്റ്റാബ്ലിഷിംഗ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഏതാണ് നോട്ട് ആൻ എലമെൻറ്റ്? ഇഷ്യൂയിങ് എ റിട്ടേൺ ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഓഡിറ്റിന് ശേഷം വരുന്ന കാര്യമല്ലേ, ഓഡിറ്റിന് മുമ്പ് വരുന്ന പ്ലാനിങ് വരാം. ഇനി പ്ലാനിങ് ഈസ് ഡാഷ് പ്രോസസ് ഓഫ് ഓഡിറ്റ് ദാറ്റ് ഓഫൺ ബിഗിൻസ് ഷോർട്ട്ലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രീവിയസ് ഓഡിറ്റ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ കംപ്ലീഷൻ ഓഫ് ദ കറണ്ട് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. എന്താ കണ്ടിന്യൂസ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പ്ലനേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ 3 തെറ്റായിരിക്കും. 4 ഓപ്ഷൻ ഒരുമിച്ച് വായിച്ചു. ദ ഓഡിറ്റർ ഷാൽ എസ്റ്റാബ്ലിഷ്, അവിടം വരെ എല്ലാത്തിനും കറക്റ്റാണ്. മുകളിൽ എന്തായാലും ഓഡിറ്റ് പ്ലാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെയും ഓഡിറ്റ് പ്ലാനാണ്. രണ്ടും ഒരുമിച്ച് വായിക്കാം. ആൻ ഓഡിറ്റ് പ്ലാൻ ദാറ്റ് സെറ്റ്സ് ദ സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ദർ ഈസ് നോ നീഡ് ടു ഗൈഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. നോ നീഡ് ടു ഗൈഡ് ആണോ? അല്ല. ആദ്യം എന്താണ് വരിക? ഓഡിറ്റ് സ്ട്രാറ്റജിയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ എയും അല്ല ഓപ്ഷൻ ഡിയും അല്ല എന്ന് മനസ്സിലാക്കാം. ബിയും സിയിലും ഏതെങ്കിലും ആയിരിക്കും. ഓഡിറ്റർ ഷാൽ എസ്റ്റാബ്ലിഷ് ആൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ദാറ്റ് സെറ്റ് സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ദാറ്റ് ഗൈഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്ലാൻ. അതേതാ? ഓപ്ഷൻ സി ആണ്. ഇങ്ങനത്തെ ഓപ്ഷനുകൾ ഉണ്ടാവും. ഒരുമിച്ച് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കാം. 15th question. The auditor shall develop an audit plan that shall include a description of nature, timing and extent of the planned audit risk assessment procedure. റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്. അത് കറക്റ്റ് ആൻസറാണ്. നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്ലാൻഡ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ അറ്റ് അസർഷൻ ലെവൽ. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അത് അസർഷൻ ലെവലിലുള്ളത് ചെയ്യണമെങ്കിലും വരും. അപ്പോൾ രണ്ടും കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും ഉത്തരം. 3ാമത്തെ വർഷം കൂടി വായിച്ച് നോക്കാം. അതർ പ്ലാൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു ബി ക്യാരിഡ് ഔട്ട് സോ ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് കംപ്ലൈസ് വിത്ത് SA ആയിട്ട് ബാധിക്കുന്ന അതാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നടത്തണോ അല്ലെങ്കിൽ അതർ പ്ലാൻഡ് ഓഡിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളും ഓഡിറ്റ് പ്ലാൻ്റെ ഇതിൽ വരുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഡാഷ് സെറ്റ്സ് ദ സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ഗൈഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോർ ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാൻ. ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി അല്ലേ.
സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ എപ്പോഴും എന്താണ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ദ ഓഡിറ്റ് പ്ലാൻ റിമൈൻ ദ ഡാഷ് റെസ്പോൺസിബിലിറ്റി. ആരുടെ റെസ്പോൺസിബിലിറ്റി? ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, മാനേജ്മെൻറ്റിൻ്റെ അല്ല, TCWG അല്ല, മാനേജ്മെൻറ്റും TCWG കൂടിയിട്ടുള്ളതല്ല. ഇനി 18th ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് മെറ്റീരിയാലിറ്റി ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ ടു റെഡ്യൂസ് ടു ആൻ അപ്രോപ്രിയറ്റ്ലി ലോ ലെവൽ the probability that the aggregate of uncorrected and undetected misstatement exceeds materiality for the financial statement as a whole. അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രണ്ട് മെറ്റീരിയാലിറ്റി ഉണ്ട്. മെറ്റീരിയാലിറ്റി ആസ് എ ഹോൾ ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ഉണ്ട്. പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയാലിറ്റി ലെവൽ ഇപ്പോൾ ഒരു 1 lakh ആയിട്ട് സെറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് അഗ്രിഗേറ്റ് എല്ലാ എക്സ്പെൻസും കൂടുമ്പോൾ 1 lakh ആണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ എക്സ്പെൻസിൻ്റെ ഉള്ളിൽ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെർഫോമൻസ് മെറ്റീരിയാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത മെറ്റീരിയാലിറ്റിനേക്കാളും താഴ്ന്ന ലെവലിലുള്ളൊരു മെറ്റീരിയാലിറ്റി തീരുമാനിക്കും. അതിനാണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുക. കാരണം അതെല്ലാം കൂടിയിട്ട് ഹോൾ ആയിട്ട് നോക്കുമ്പോൾ മെറ്റീരിയാലിറ്റി ലെവൽ കടക്കും എന്നുള്ളതൊക്കെയുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിനാണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയുക. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് അത് പറയുന്നത്. സബ്മിറ്റ് കൊടുത്തു, നമ്മുടെ എല്ലാ ആൻസറും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അടിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്.